ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. വിഷ്ണുവിൻ്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ചതിൻ്റെ കഥയും ആരാണ് വെച്ചതെന്നും ആരാണ് ഈ സ്ത്രീയെ കൊണ്ട് ഗർഭിണി വേഷം കെട്ടിപ്പിച്ചതെന്നും എന്നുള്ളതൊക്കെ കഥയുടെ ചുരുളങ്ങോട്ട് അഴിയുവാണ്. ജില്ലാ കളക്ടറായി എൻ്റെ പവർ എന്താണെന്നറിയാലോ. നീ സത്യം പറഞ്ഞോണം, ഇല്ലെങ്കിൽ പോലീസുകാരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ചോദിപ്പിക്കേണ്ട മുറയിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കും. പിന്നെ നിനക്ക് പിടിച്ചു നിൽക്കാനാകില്ല. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് സത്യം തുറന്നു പറഞ്ഞോണം. ശാലിനിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവളുള്ള സത്യങ്ങളൊക്കെ അങ്ങോട്ട് പറയുവാണ്. അയ്യോ മേഡം, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഏൽപ്പിച്ചത് രംഗൻ പറഞ്ഞിട്ടാ ഞാൻ ഗർഭിണിയായിട്ട് അഭിനയിച്ചത്. എനിക്ക് 2000 രൂപയും തന്നു. അപ്പോൾ വിഷ്ണു ചോദിക്കുന്നു, ഈ രംഗൻ ചേട്ടനെ ഇപ്പോൾ എവിടെ പോയാൽ കാണാൻ പറ്റും? അയ്യോ, അവൻ ദുഷ്ടനാ സാറേ. സാറിനെ പോലുള്ളവർക്കൊന്നും മുട്ടാൻ പറ്റില്ല അവൻ്റെ അടുത്ത്. അത്രയ്ക്ക് മര്യാദ കെട്ടവനാ. പെട്ടെന്ന് നമ്മുടെ വിഷ്ണു അങ്ങോട്ട് ചിരിച്ചിട്ട് പറയാം, എടാ കമല, അത്രയ്ക്ക് മര്യാദ കെട്ടവനാണെങ്കിലേ അവനെ നമുക്കൊന്ന് മര്യാദ പഠിപ്പിക്കണ്ടേ? ആശാനെ, തീർച്ചയായിട്ടും പഠിപ്പിക്കണം. ശാലിനി ചോദിക്കുന്നു, അവൻ നിങ്ങളെ ഈ ജോലി ഏൽപ്പിക്കാൻ വന്നപ്പോഴേ അവൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഏതെങ്കിലും സ്ത്രീയോ അങ്ങനെ ആരെങ്കിലും? അല്ല മേഡം, നല്ല പൊക്കമുള്ള ഒരു പോലീസുകാരനുണ്ടായിരുന്നു. അയ്യടാ, അത് കൊള്ളാലോ. അയാൾ പോലീസുകാരനാണെന്ന് നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി? രംഗൻ സാറേന്ന് വിളിക്കണമെങ്കിലേ അത് പോലീസുകാരായിരിക്കും. പോലീസുകാർക്ക് വേണ്ടിയേ ഗുണ്ടാപ്പണിയെടുക്കുന്നവനായി രംഗൻ. പിന്നെ കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അവരാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചത്. കമലൻ പറയുവാ, അതൊരു സംശയം വേണ്ട ഏടത്തി, അത് സുസ്മിത തന്നെ. പിന്നെ പൊക്കമുള്ള പോലീസുകാരെന്ന് പറയുന്നത്? അപ്പോൾ വിഷ്ണു പറയാം, എടാ നിനക്ക് മനസ്സിലായില്ലേ? ഏതുറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും പറയാമല്ലോ അത് ചന്ദ്രബോസാണെന്ന്. ശാലിനി പെട്ടെന്ന് സുസ്മിതയുടെ ഫോട്ടോ എടുത്ത സ്ത്രീയെ കാണിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് അവർ പറയുന്നു, ഈ സ്ത്രീ തന്നെയാണ് മേഡം വന്നത്. അപ്പോൾ വിഷ്ണുവേട്ടാ, ചെയ്തവരെയും ചെയ്യിപ്പിച്ചവരെയൊക്കെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എന്താണ് വിഷ്ണുവേട്ടൻ്റെ അടുത്ത നീക്കം? അത് ശാലിനി, നമുക്ക് രംഗനെ ഒന്ന് കാണണ്ടേ? എൻ്റെ കമലിന് കിട്ടിയ അടിയുടെ കണക്ക് വെച്ച് നോക്കുമ്പോഴേ 60% രംഗനുള്ളതാ. അത് നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ? ആശാനെ, അതൊരു 100% ആക്കിയാലും എനിക്ക് ഒരു കുഴപ്പമില്ല. അതേ ശാലിനി, 100ൽ 100 എത്തുമ്പോഴാണ് നമ്മളെടുത്ത പണി വിജയത്തിലെത്തിയെന്ന് മനസ്സിലാകത്തുള്ളൂ. വിഷ്ണു എന്നിട്ട് ആ സ്ത്രീയെ വിളിക്കുന്നുണ്ട്, നമുക്ക് രംഗൻ്റെ തട്ടകത്തിലോട്ടൊന്ന് പോയാലോ? രംഗനും അവൻ്റെ കൂട്ടുകാരും ചേർന്ന് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ കാറിൽ അവരേൽപ്പിച്ച ആ സ്ത്രീയും കുഞ്ഞും കൂടെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഇവളെന്താണ് കാറിലൊക്കെ വരുന്നത്? വല്ല കോളും കൊണ്ടുള്ള വരവായിരിക്കും. ശാലിനി അങ്ങനെ അവരോടൊപ്പം രംഗൻ്റെ അടുത്തോട്ട് വരുവാണ്. ആ സ്ത്രീ പറയുന്നു, രംഗണ്ണ, ഇവർക്കൊരാവശ്യമുണ്ട്, അത് സാധിച്ചു കൊടുക്കണം. രംഗൻ ഒരു കാർഡ് എടുത്തിട്ട് പറയുന്നു, ഗുലാനാണല്ലോടാ വന്നിരിക്കുന്നത്. അവൻ്റെ കൂടെയുള്ളവൻ പറയുന്നു, അപ്പോൾ ഇത്തിരി വെള്ളം കുടിക്കും. ശാലിനി പറയുക, ഒരു വണ്ടിയിൽ കുറച്ച് സ്പിരിറ്റ് വെക്കണം. അത് കേട്ടപ്പോൾ രംഗൻ ശാലിനി ഒന്ന് നോക്കുവാണ്. ഒരു സ്ത്രീയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, ഒരു സുസ്മിത. പറഞ്ഞാൽ രംഗണ്ണൻ അറിയാമെന്നും പറഞ്ഞു. അവൻ്റെ കൂട്ടുകാരൻ പറയുന്ന, വള്ളിയാണല്ലോ അണ്ണ, എങ്കിൽ ഇവളെ ഇവിടുന്ന് ചുമന്നുകൊണ്ട് പോകേണ്ടി വരും. രംഗൻ എഴുന്നേറ്റ് ശാലിനിയുടെ അടുത്തോട്ട് വന്നിട്ട് പറയുന്നു, ഇത് സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടാണോ പൊന്നുമോള് വീട്ടിൽ നിന്ന് വന്നത്? തിരിച്ചു ചെല്ലണമെന്ന് ഒട്ടും ആഗ്രഹമില്ലയോ? അതേ ട്യൂണിൽ തന്നെ നമ്മുടെ ശാലിനി വന്നു പോയില്ലേ, പിന്നെ തിരിച്ചു പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങ് ഉറപ്പിച്ച്, ഞങ്ങളെ മേഡം കൊണ്ടുപോകാൻ തന്നെ വന്നതാണല്ലയോ? അയ്യോ, കൊണ്ടുപോകാതെ തരവില്ലല്ലോ രംഗ. ഇച്ചിരിയെ പാടുപെടേണ്ടി വരും. പെട്ടെന്ന് നമ്മുടെ വിഷ്ണു പറയുക, അത് കുഴപ്പമില്ലണ്ണ, ഞങ്ങൾ തോളയിലേറ്റിയും കൊണ്ടുപോയിക്കോളാം. അപ്പോഴാണ് അവൻ വിഷ്ണുവിനെയും കമലനെയും കാണുന്നത്. രംഗൻ പറയുക, എന്നാൽ മക്കളൊന്ന് ശ്രമിക്ക് അണ്ണാ. അണ്ണൻ്റെ ഈ കലാവിരുത് കൊണ്ടേ പോലീസിൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചത് ഈ പാവം ചെക്കനാ. അണ്ണൻ തന്നെ പറ, ഈ പാവം പിടിച്ച ചെറുക്കനെ കിട്ടിയ അടിയുടെ പകുതി അവകാശി അണ്ണൻ തന്നെയല്ലയോ? അത് എൻ്റെ അണ്ണൻ സന്തോഷത്തോടെ വാങ്ങിക്കണം കേട്ടോ. രംഗൻ വിഷ്ണുവിനോട് പറയാ, എന്നാ പിന്നെ മക്കളങ്ങ് അടിച്ചോ, അണ്ണൻ വാങ്ങിച്ചോളാം. എടാ കമല, നിനക്കല്ലേ കിട്ടിയത്, അപ്പം നീ തന്നെ അങ്ങ് കൊടുത്താൽ മതി. ആശാനെ, ആശാൻ പറഞ്ഞാൽ പിന്നെ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കമലിനങ്ങനെ രംഗനെ അടിക്കാനായിട്ട് ചെല്ലുമ്പോൾ രംഗൻ അവൻ്റെ കൈക്ക് പിടിച്ച് തിരിച്ചിട്ട് ഒരു ചവിട്ട് കൊടുക്കുന്നു. അങ്ങനെ കമലൻ നമ്മുടെ വിഷ്ണുവിൻ്റെ ദേഹത്തോട്ട് വീഴുമ്പോൾ വിഷ്ണു ചോദിക്കുന്നു, എന്താവാടാ കമല ഇത്? ആശാനെ, ഒരു സ്റ്റാർട്ടിങ് ട്രബിളാടാ, എന്നാൽ ഇങ്ങനെ വേണ്ടായോടാ എന്നും പറഞ്ഞ് കൊടുത്തൊരൊറ്റ തൊഴി രംഗൻ അങ്ങ് വീഴുന്നുണ്ട്. അപ്പോഴേക്കും രംഗൻ്റെ കൂട്ടാളികളൊക്കെ അങ്ങോട്ട് ചാടി വരുന്നുണ്ട്. കൊടറാ കമല എന്ന് വിഷ്ണു പറയാത്ത താമസം കമലനെ എടുത്തിട്ട് ചാർത്തുന്നുണ്ട് അവരെ. എടാ, ഈ രംഗനെ തല്ലിയിട്ട് നീയൊക്കെ നേരെ ചൊവ്വ ഇവിടുന്ന് പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് കേട്ടിട്ട് ചിരിച്ചോണ്ട് നമ്മുടെ വിഷ്ണു പറയാം, എടാ നിൻ്റെയൊക്കെ ബോസ് ഉണ്ടല്ലോ, ചന്ദ്രബോസ്, അവനെ ചേരിക്ക് തല്ലിയിട്ട് അവൻ്റെ മുൻപിൽ കൂടെ തേരാപ്പാര നടക്കുന്നവനായി ഞാൻ. നീയൊന്നും തൊടില്ലടാ ഈ വിഷ്ണുവിനെ.
കാരണമേ ഞാൻ ആരാണെന്ന് അവനറിയാം, ഇനി നീയും അറിയും, വാടാ എന്നും പറഞ്ഞ് ഭയങ്കര പോരാട്ടം തന്നെ നടക്കുവാണ്. വിഷ്ണുവും കമലനും കൂടെ അവന്മാരെ എടുത്തിട്ട് ചവിട്ടി ഓടിച്ച് എല്ലുകളൊക്കെ നുറുക്കി ഓരോ മൂലക്കിടുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു രംഗനോട് ചോദിക്കുന്നു, എടാ നിന്റെ കൂട്ടത്തിൽ വേറെ ഒരുത്തനുണ്ടല്ലോ, അവൻ എവിടാടാ, പറയടാ എന്നും പറഞ്ഞ് വിഷ്ണു അവൻ്റെ നെഞ്ച് ചവിട്ടി കലക്കുമ്പോൾ അയ്യോ ഞാൻ പറയാവേ എന്ന് രംഗം പറയുന്നുണ്ട്. ശാരദാമ്മയുടെ വീടിൻ്റെ മുന്നിലോട്ടൊരു കാറ് വരുന്നുണ്ട്. ഇതാരായിരിക്കും എന്ന് ശാരദാമ്മ നോക്കുമ്പോൾ അയ്യോ അത് കുറുപ്പ് സാറാണല്ലോ, കൂടെ വേറെ ഒരാളും കൂടെ ഉണ്ടല്ലോ. ശാരദാമ്മേ, ഇത് സാബു വർഗീസ്, തൃപ്തി ഗരം മസാല കറിയുടെ MD ആണ്. ഞങ്ങൾക്കിപ്പോൾ 2 നല്ല ചായ വേണം. ഞാനിപ്പോൾ എടുക്കാമല്ലോ, സാർ അകത്തോട്ട് വന്നിരുന്നാട്ടെ. ശാരദാമ്മ പറയുക, ഇതൊരു ചെറിയ കടയായതുകൊണ്ടേ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഇത്രയൊക്കെ ഉള്ളു സാറേ. സാബു വർഗീസ് പറയുക, അതെ, ചുറ്റുപാടിനേക്കാൾ നല്ലത് കൊടുക്കുന്ന ആഹാരമല്ലേ മുഖ്യം. അത് ശുദ്ധവും വൃത്തിയുള്ളതുമാണെങ്കിൽ ഭക്ഷണം എവിടെ ഇരുന്ന് കഴിച്ചാലെന്താ? കഴിക്കുന്നവർക്ക് സന്തോഷം കിട്ടണം. സാധാരണക്കാരന് താങ്ങാനുള്ള വിലയുള്ളതാണെങ്കിൽ കഴിക്കുന്നവർക്ക് സന്തോഷം താനേ വന്നോളും. കുറുപ്പ് സാറ് പറയുക, അങ്ങനെയാണെങ്കിലേ ശാരദാമ്മയുടെ ഈ കടയിൽ വരുന്നവരൊക്കെ സന്തോഷം കിട്ടിയിട്ട് തന്നെ പോകുന്നത്. അതൊക്കെ ഇവിടെ വരുന്നവരോട് ചോദിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. ശാരദാമ്മ നല്ല ചൂടോടെ ചായ അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. കുറുപ്പ് സാറ് പറയുന്നത്, സാറ് ചായ ഒന്ന് കുടിച്ച് നോക്കിയിട്ട് നമ്മൾ വന്ന കാര്യം പറഞ്ഞാൽ മതി. ഈ ഒരു ചായയിലുണ്ട് സാറേ ശാരദാമ്മയുടെ കൈപുണ്യം. സാബു വർഗീസ് ചായ കുടിച്ചിട്ട് പറയുക, ഞാൻ ശുദ്ധമായ ഭക്ഷണത്തിന് ഒരുപാട് പരിഗണന നൽകുന്ന ഒരാളാണ്. അത് കൃത്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പരിഗണനയും അതിനുള്ള ബഹുമാനവും നൽകും. ശാരദാമ്മയെക്കുറിച്ച് കുറുപ്പ് സാറ് വളരെയധികം പറഞ്ഞ് ഞാൻ കേട്ടു. ഇപ്പോഴാണെങ്കിൽ വന്ന് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്ത്. കുറുപ്പ് സാറ് പറയുക, ശാരദാമ്മേ, ഇനി ഞങ്ങൾ വന്ന കാര്യം പറയാം. തൃപ്തി മസാല എന്ന പേരിൽ സാർ ഒരു മസാലക്കൂട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായി ഒരു ഫുഡ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. മക്കളുമായിട്ട് ശാരദാമ്മ അതിൽ പങ്കെടുക്കണം. അയ്യോ കുറുപ്പ് സാറേ, ഞാനില്ല. ഭക്ഷണം ഉണ്ടാക്കുന്നതേ ഒരു മത്സരമായിട്ട് കാണാനൊന്നും എനിക്ക് പറ്റില്ല. അതൊരു ജോലിയായിട്ട് പോലും ഞാൻ കണക്കാക്കിയിട്ടില്ല. എൻ്റെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കർത്തവ്യം അങ്ങനെ കാണാനേ എനിക്ക് പറ്റൂ. കുറുപ്പ് സാറ് പറയുക, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്കറിയാം ശാരദാമ്മ ഇങ്ങനെ പറയത്തുള്ളെന്ന്. അത് ഞാൻ സാബു സാറിന് പറയുകയും ചെയ്തിട്ടുണ്ട്. സാബു പറയുന്നത് ഇപ്രാവശ്യത്തെ പ്രൈസ് മണിയും കൂട്ടിയിട്ടുണ്ട്. മത്സര വിജയിക്ക് കമ്പനി കൊടുക്കുന്നതേ 10 ലക്ഷം രൂപയാ. ശാരദാമ്മയെന്ന് ആലോചിച്ച് നോക്ക്, ഇതൊരു ചെറിയ തുകയല്ല. അയ്യോ സാറേ, തുകയുടെ കാര്യത്തിലല്ല, അതിപ്പോൾ 1 രൂപയുടെ പ്രൈസ് മണി ആണെങ്കിൽ പോലും നമുക്കതിനോട് മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിലല്ലേ അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. എനിക്ക് പാചകമേ ഒരു നേരം പോക്കല്ല സാറേ, അതെൻ്റെ ജീവിതമാണ്. അങ്ങനെ ഒന്നും ശാരദാമ്മ പറഞ്ഞാൽ പറ്റത്തില്ല. കുറുപ്പ് സാറേ എനിക്ക് ഗുരുതുല്യനായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായി ശാരദാമ്മ ഈ മത്സരത്തിൽ പങ്കെടുക്കണം. പങ്കെടുത്തേ ഒക്കു ശാരദാമ്മേ. പെട്ടെന്ന് കുറുപ്പ് സാറും പറഞ്ഞു, അതേ ശാരദാമ്മേ. കുറുപ്പ് സാറ് പറയുക, ശാരദാമ്മയോട് സാബു സാർ ആവശ്യപ്പെടുന്നതേ വലിയ ഒരു കല്യാണ സദ്യക്ക് ഭക്ഷണം ഒരുക്കാനൊന്നും അല്ല. പാചകത്തിലെ ശാരദാമ്മയുടെ ഈ കൈപുണ്യം ഈ നാട്ടുകാർ മാത്രം അറിഞ്ഞാൽ പോരാ, അതെ മറ്റുള്ളവരിലേക്കും ചെന്നെത്തണം. ഒരുപാട് മത്സരങ്ങളിൽ സാബു സാറിൻ്റെ പ്രതിനിധിയായി കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തുമൊക്കെ എത്തിച്ചേരണം. അതിന് ശാരദാമ്മയ്ക്കേ കഴിയൂ. അതിൻ്റെ കാരണം ശുദ്ധമായ ഭക്ഷണം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാബു സാറിൻ്റെ കമ്പനികളും നടത്തുന്ന ശ്രമങ്ങളും അതിനുവേണ്ടി എടുക്കുന്ന കഷ്ടപ്പാടുകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. കലർപ്പില്ലാത്ത ഭക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാബു സാറിനോടൊപ്പം തോളോട് തോള് ചേർന്ന് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ശാരദാമ്മയെ കൂടി വിളിക്കുന്നത്. വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ശാരദാമ്മ, ഇത് തട്ടിത്തെറിപ്പിക്കരുത്. എനിക്കറിയാവുന്ന ശാരദാമ്മ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച ആളാണ്. അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ ശാരദാമ്മയ്ക്ക് വേറൊരു വഴി ഇനി വരാനില്ല. ഞാൻ പറയുന്നതൊക്കെ ശാരദാമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതിൽ ശാരദാമ്മ സെലക്ട് ആയി കഴിഞ്ഞാൽ കേരള ഓഫീസിലെ ഫുഡ് സെക്ഷനിൽ ശാരദാമ്മയ്ക്കൊരു സീറ്റ് ഉറപ്പാണേ. അവിടെ ഇരുന്നുകൊണ്ട് പിന്നെ മറ്റുള്ളവരെ കൊണ്ട് പാചകം ചെയ്യിപ്പിക്കുന്ന ഒരു ജോലി മാത്രമേ പിന്നെ ശാരദാമ്മയ്ക്കുള്ളൂ. എൻ്റെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും എൻ്റെ കൂടപ്പറപ്പുകളെ പോലെയാണ് കുറുപ്പ് സാറേ. അതിനി ഏതൊക്കെ രീതിയിൽ മാറ്റാൻ പോയാലും മാറില്ല. പിന്നെ കുറുപ്പ് സാറിന് എന്നെ അറിയാമല്ലോ, വലിയ മോഹങ്ങളൊന്നും എനിക്കില്ല. എളിയ ജീവിതമാണെങ്കിലും സ്വസ്ഥതയും സമാധാനവും വേണമെന്നേ ഉള്ളൂ. അതാണെങ്കിൽ എൻ്റെ ഈ കൊച്ചു ലോകത്തുനിന്ന് എനിക്ക് കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് കുറുപ്പ് സാറിന് ഒന്നും തോന്നരുത്. ദയവായി എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. ഞാനീ പറഞ്ഞതൊന്നും ഒരു ധിക്കാരമായിട്ട് തോന്നരുത്. കാരണം വലിയ ആളുകളുടെ ലോകത്ത് ജീവിക്കാൻ എനിക്ക് എപ്പോഴും പേടിയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളായിരിക്കും. എന്നെ അതുകൊണ്ട് ഇനി കൂടുതൽ നിർബന്ധിക്കരുത്.
അത് കേട്ടിട്ട് സാബു പറയുന്നു, കുറുപ്പ് സാറേ ഇനി ശാരദാമ്മയെ കൂടുതൽ നിർബന്ധിക്കണ്ട. കുറുപ്പ് സാറേ എൻ്റെ ഗുരുതുല്യനായ ഒരാളാ, അതുകൊണ്ട് ശാരദാമ്മയ്ക്ക് എപ്പോൾ തോന്നുന്നെങ്കിലും ഇതിൽ പങ്കെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ തേടി വരുന്ന ഒരു ഭാഗ്യം ഒരിക്കലും തട്ടിത്തെറിപ്പിക്കരുത് എന്നൊരപേക്ഷ എനിക്കുള്ളൂ. ഇനിയെല്ലാം ശാരദാമ്മയുടെ ഇഷ്ടം, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് അവരങ്ങ് പോവുകയാണ്. ചന്ദ്രബോസ് ഉപേന്ദ്രനെ വിളിച്ചിട്ട് പറയുവാണ്, എടോ എത്ര കാലം അവനിങ്ങനെ മാളത്തിൽ ഒളിച്ചിരിക്കാൻ പറ്റുള്ളൂ? ഏത് മാളത്തിലായാലും ഒരിക്കലതിൽ വെള്ളം കയറില്ലേ? ഇതൊന്നും വേണ്ട, ഈ മരണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടേ പരീക്ഷത്ത് രാജാവേ കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങളൊക്കെ തനിക്കറിയാവുന്നതല്ലേ? എന്തെല്ലാം കാണിച്ചു കൂട്ടിയിട്ടുവേ ഒരു പുഴുവിൻ്റെ രൂപത്തിൽ തക്ഷകൻ വന്ന് പണി കൊടുത്തിട്ട് പോയില്ലേ? ഇവിടെ ഇപ്പോൾ തക്ഷകൻ എന്ന സർപ്പവേ ഞാനാടോ ഉപേന്ദ്ര. പരീക്ഷത്ത് രാജാവ് വിഷ്ണു. അവൻ ഇനി എവിടെ പോയി ഒളിച്ചാലും അവനെ പിന്തുടർന്നു പോയി ഞാൻ തീർക്കും. അതെനിക്ക് കിട്ടിയ ഒരു വരവാടോ, ദൈവം അറിഞ്ഞു തന്ന വരം. ഉപേന്ദ്രൻ പറയാ, എടോ ചന്ദ്രബോസെ, അവനെ ലോക്കപ്പിലിട്ട് ചതയ്ക്കാനുള്ള അവസരമാണ് താൻ ഓരോ ദിവസം പോകുന്തോറും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. തനിക്ക് ഒരുപാട് കിട്ടിയില്ലേ അവൻ്റെ കയ്യിൽ നിന്ന്? അതൊക്കെ തിരിച്ചു കൊടുക്കണമെന്ന് പോലും തനിക്ക് തോന്നുന്നില്ലയോ? ഇനി ഇങ്ങനൊരവസരം തനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഏത് ഗുഹയിൽ നിന്നാണെങ്കിലും അവനെ പുകച്ച് പുറത്ത് ചാടിച്ചോണം. എടോ ഇന്നത്തെ ഒരു രാത്രിയോടെ താൻ എനിക്കിതാ, പോലീസുകാരുടെ മുഴുവൻ ഉറക്കം കെടുത്തിയിട്ടായാലും ഇന്ന് രാത്രിയോടെ ഞാൻ അവനെ പൊക്കിയിരിക്കും. ഇത് ചന്ദ്രബോസോടോ പറയുന്നത്, ACP ചന്ദ്രബോസ്. അങ്ങനെ കാണട്ടോ തൻ്റെ മിടുക്ക് എന്നിങ്ങനെ ചന്ദ്രബോസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഫയൽ കൊണ്ടുവന്ന് ചന്ദ്രബോസിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ചന്ദ്രബോസ് ആ പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്നത്, എടോ ജീപ്പ് ഇറക്കി എൻ്റെ പിന്നാലെ വന്നോണം, 3-4 പോലീസുകാരെ കൂടെ വിളിച്ചോണം. ഇന്ന് ഞാൻ അവനെ കണ്ടെത്തി നഗരത്തിൽ കൂടെ ഒരു ഇടിവെട്ട് പ്രദക്ഷിണം തന്നെ ഞാൻ നടത്തും. നടുനിവർത്തിയേ ഇനി അവൻ എഴുന്നേറ്റ് നടക്കണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് നോക്കുന്നത് വിഷ്ണുവിൻ്റെ മുഖത്തോട്ടാണ്. വിഷ്ണു ഇങ്ങനെ ഒരു പുഞ്ചിരിയോടെ ചന്ദ്രബോസിനെ നോക്കി നിൽക്കുവാണ്. വിഷ്ണുവിനെ അവിടെ അങ്ങനെ കണ്ടതും ചന്ദ്രബോസിന് ഉള്ളിലൊരു ഞെട്ടലുണ്ട്. വിഷ്ണു എടുത്തിട്ട് തകർത്തതൊക്കെ അങ്ങോട്ട് മനസ്സിലോട്ട് ഓടി വരുവാണ്. വിഷ്ണു അങ്ങനെ ചന്ദ്രബോസിനെ നോക്കി കളിയാക്കുന്ന പോലൊരു പുഞ്ചിരിയോടിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ചന്ദ്രബോസും കൂട്ടരും കാണിച്ച സകല കൊള്ളരുതായ്മകളും ശാലിനി കൊണ്ടുപോയി തെളിയിക്കേണ്ടടുത്ത് കൊണ്ടുപോയി തെളിയിച്ച് കാണും. ആ ഒരു ഫയലായിരിക്കും ആ പോലീസുകാരൻ കൊണ്ടുവന്ന് അവിടെ വെച്ചതും. അത് ചന്ദ്രബോസ് കാണുന്നതുമില്ല. ഇനി ചന്ദ്രബോസിനെ കയ്യോടെ പിടികൂടിയ വാർത്തയുമായുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.